ഹായ് ഹലോ. എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ? ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പം അതിൻ്റെ ചെറിയൊരു വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ, അതായത് കല്യാണത്തിന് മുമ്പുള്ള ഞാനും കല്യാണം കഴിഞ്ഞിട്ടുള്ള ഞാനും തമ്മിലുള്ളൊരു വ്യത്യാസം. നമ്മൾ പറയത്തില്ല മലയാളത്തിൽ അജഗജാന്തരം വ്യത്യാസം എന്നൊക്കെ, ആ ഒരു വ്യത്യാസമാണ് കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിൽ ഉണ്ടായിട്ടുള്ളത്. ഇനിയിപ്പം നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന് തന്നെ എനിക്കറിയില്ല. ഞാൻ കല്യാണത്തിന് മുമ്പ് എൻ്റെ അമ്മയിൽ ഭയങ്കര ഡിപ്പെൻഡ് ആയിരുന്നു. മമ്മിയായിരുന്നു എനിക്ക് കല്യാണത്തിന് തലേ ദിവസം വരെ ഫുഡ് വാരി തന്നാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. കല്യാണത്തിനാണ് ഞാൻ ആദ്യമായിട്ട് സ്വന്തം കൈയോടുകൂടി ഫുഡൊക്കെ കഴിച്ചു തുടങ്ങിയത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണത്തിന് മുമ്പേ എല്ലാവരും ചോദിക്കുമായിരുന്നേ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ളത്. പക്ഷെ അന്നേരം നമുക്കതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല, കാരണം വീട്ടിലെ മമ്മിയുണ്ട്, ചെയ്തു തരാൻ ആൾക്കാരുള്ളപ്പം നമുക്കതൊന്നും ചിന്തയൊന്നും ഇല്ലല്ലോ. അങ്ങനെ അങ്ങനെ കുറേ നാളുകൾ അങ്ങനെ പോയി, കല്യാണമൊക്കെ കഴിഞ്ഞ്. അപ്പോൾ കൊച്ചിലെ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ നമുക്ക് യാത്ര ചെയ്യുക എന്നുള്ളത്. അപ്പം എൻ്റെ പപ്പ നാട്ടിലില്ല, 2.5 വർഷം കൂടിയിരിക്കുമ്പോഴായിരുന്നു പപ്പ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ പപ്പ വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ദൂരെ യാത്ര ചെയ്ത് പോകുന്നത് ഗുരുവായൂർ അമ്പലത്തിലായിരുന്നു. അങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൽ പോവും, വരും. പിന്നെ ഇല്ലെങ്കിൽ നമ്മൾ ട്രിവാൻഡ്രത്തെ പപ്പ ഈ വിസയൊക്കെ പുതുക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊണ്ടുപോകുമ്പം അവിടെ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ അവിടെ പോയിട്ടൊക്കെ വരും. പിന്നെ പപ്പ വന്നിട്ട് തിരിച്ച് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എങ്ങും പോകത്തില്ല, ആ ഇട്ടാവട്ടത്തുള്ള കറക്കം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ദൂരെയുള്ള ഒരാളെ കല്യാണം കഴിക്കണമെന്നും ഒരു ദിവസം ഫുള്ള് യാത്ര ചെയ്ത് വീട്ടിലേക്ക് വരണം എന്നൊക്കെ. പക്ഷേ അങ്ങനെയല്ല കേട്ടോ സംഭവിച്ചത്. അടുത്തുള്ള ഒരാളാണ് കല്യാണം കഴിച്ചത്. അപ്പൊ കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ഒരു ആഗ്രഹം കേരളം വിട്ട് പോകണം എന്നായിരുന്നു. കാരണം എൻഗേജ്മെന്റ് കഴിഞ്ഞ സമയത്ത് ശ്രീ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ ക്വാർട്ടറൊക്കെ കിട്ടും, വരാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം കേരളം വിട്ട് പോകുമെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ദൂരോട്ട് പോവാണല്ലോ. അപ്പം ആ സന്തോഷത്തിന് ഇതിൽ നമ്മൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് എൻ്റെ അടുത്ത് 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ക്വാർട്ടേഴ്സിൽ എടുത്തിട്ട് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യണം, എപ്പോഴും ഞാൻ കൂടെ ഉണ്ടാവില്ല. അപ്പം രാത്രിയെന്നോ പകലെന്നോ ഒന്നും ഇല്ലാണ്ട് എന്തെങ്കിലും ഒരു എമർജൻസി വന്നിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റണം, എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യണം എന്നൊക്കെ ആണെങ്കിൽ മാത്രമേ ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോകുള്ളൂ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു ശരി ഓക്കെ ഞാൻ എല്ലാം ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് അത്ര ഈസി അല്ല എന്നുള്ളത് അത് നേരിൽ വന്നപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായത്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് പോയിട്ട് 3 മാസം ആയപ്പോഴേക്കും ക്വാർട്ടർ അലോട്ട്മെന്റ് ആയി. അങ്ങനെ ക്വാർട്ടേഴ്സിലേക്ക് പോയി. ഞാൻ ചെന്ന സ്ഥലത്ത് മലയാളികളെ ഉണ്ടായിരുന്നില്ല. അതായത് മലയാളികൾ ഉണ്ടായിരുന്നു, അവർ ബാച്ചിലേഴ്സ് ആയിരുന്നു. അപ്പം അവർ ബാരക്കിലാണ്, ഫാമിലി ക്വാർട്ടേഴ്സിൽ മലയാളികളെ ഉണ്ടായിരുന്നില്ല. എനിക്ക് മലയാളം അല്ലാണ്ട് ഒരു ഭാഷ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അവിടെ ചെന്നിട്ട് നന്നേ ബുദ്ധിമുട്ടി കേട്ടോ. കാരണം നമ്മൾ ആദ്യം എല്ലാം ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴാണല്ലോ നമുക്ക് ഈ ബുദ്ധിമുട്ട്. ഭാഷ അറിഞ്ഞുകൂടാത്തത് കൊണ്ട് നമ്മളിങ്ങനെ ഒരു കൂട്ടിലടച്ച കിളിയെ പോലെ റൂമിനകത്ത് ഇങ്ങനെ ഇരിക്കുക. ശ്രീ ഡ്യൂട്ടിക്ക് പോകുന്നു, നമ്മൾ റൂമിനകത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുന്നു. എല്ലാവരും വിളിക്കും, പക്ഷെ നമുക്ക് ലാംഗ്വേജ് അറിയാത്തത് കൊണ്ട് വെളിയിൽ ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട്. പിന്നെ പൊതുവേ ഹിന്ദിക്കാർക്കുള്ളൊരിതാണ്, എന്തേ ഹിന്ദി അറിഞ്ഞുകൂടാത്തത്, നമ്മുടെ രാഷ്ട്രഭാഷ ഹിന്ദിയായിട്ട് നിങ്ങൾക്ക് എന്താ ഹിന്ദി അറിഞ്ഞുകൂടാത്തെന്നുള്ളൊരു ചോദ്യം. ആ ഒരു ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പൊതുവെ ഒരു പിന്നോട്ട് മാറാനുള്ള ടെൻഡൻസിയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കേരളം വിട്ട് വെളിയിൽ വരുന്ന ആൾക്കാർക്ക് ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. ഇത് കേൾക്കുന്ന ആൾക്കാർ ഇതേപോലെ വെളിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കത് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ കുറച്ച് നാൾ റൂമിനകത്ത് ഇരുന്നു. അപ്പം ഇങ്ങനെ മനസ്സിലുള്ള ഒരു ആഗ്രഹം തന്നെ ഏതെങ്കിലും മലയാളികൾ ഉണ്ടായിരുന്നെങ്കിലെന്ന്. അപ്പോൾ ഇങ്ങനെ ശ്രീ പറയായിരുന്നു മലയാളികളാകുമ്പം നിനക്ക് സേഫ് സോണാണ്, അപ്പം നീ സംസാരിക്കൂല, നിനക്ക് ഇപ്പം അവരുടെ കൂട്ടത്തിൽ പോയി ഇരുന്നിട്ട് സംസാരിക്കണം, എല്ലാവരും അങ്ങനെയല്ലേ, നീ പോയി സംസാരിക്കുന്നൊക്കെ. അങ്ങനെ ഞാൻ പയ്യെ പയ്യെ അവരുടെ കൂട്ടിലത്തേക്ക് ഇറങ്ങി. അപ്പം ആദ്യമൊക്കെ ഇങ്ങനെ ആംഗ്യ ഭാഷയൊക്കെ കാണിച്ചാണ് സംസാരിക്കാൻ പഠിച്ചത്. അങ്ങനെ 2-3 വർഷം അവിടെ നിന്ന സമയം കൊണ്ട് കുറച്ചൊക്കെ ഹിന്ദി തട്ടിമുട്ടി നിൽക്കാനുള്ളതൊക്കെ ഞാൻ പഠിച്ചു. അങ്ങനെ അവിടുന്ന് അടുത്ത പോസ്റ്റിംഗ് വന്നത് ബാംഗ്ലൂർക്കാണ് കേട്ടോ. അങ്ങനെ ബാംഗ്ലൂർ വന്നപ്പം അവിടെ അടുത്ത പ്രശ്നം, അവിടെ നമുക്ക് ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നില്ല, ഔട്ട് ലിവിങ് ആയിരുന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഔട്ട് ലിവിങ് എടുത്തപ്പം അവിടെ ഫുള്ള് കന്നഡയാണ്, ആർക്കും ഒരു ലാംഗ്വേജ് അറിയില്ല. അതല്ലാണ്ട് എനിക്കാണെങ്കിലോ കന്നഡ ഒട്ട് അറിയാനും വയ്യ. അവിടെ അങ്ങനെ നിന്ന് വീണ്ടും അതേ അവസ്ഥ, ആദ്യത്തെ അതേ അവസ്ഥയായിരുന്നു അവിടെ. അങ്ങനെ റൂമിനകത്ത് ഇരുന്നിരുന്നിരുന്ന് അവിടെ നിന്നിട്ട് കുറച്ച് ഞങ്ങളെടുത്ത വീടിൻ്റെ ഓണർക്ക് ഒരു ജോലിക്കാരനുണ്ടായിരുന്നു. അങ്ങനെ പുള്ളിക്കാരനോട് സംസാരിച്ചിട്ട് ഞാൻ കുറച്ച് കന്നഡയൊക്കെ പഠിച്ചു. അങ്ങനെ 2-3 വർഷം കൊണ്ട് അത്യാവശ്യം കന്നഡ തട്ടിമുട്ടി നിൽക്കാനും ഞാൻ അവിടുന്ന് പഠിച്ചെടുത്ത്. അങ്ങനെയാണ് 2-3 വർഷം അവിടെ നിന്നത്.
അങ്ങനെ അവിടെ നിന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്നു ഡ്രൈവിങ് പഠിക്കണമെന്ന്. അപ്പോൾ എനിക്കൊരു സൈക്കിൾ ബാലൻസ് പോലും ഇല്ല. അപ്പം ഡ്രൈവിങ് പഠിക്കണമെന്ന് പറഞ്ഞപ്പം ഏട്ടൻ ആദ്യം പറഞ്ഞു എൻ്റെ അടുത്ത് ആദ്യം പോയിട്ട് സൈക്കിൾ ബാലൻസ് എടുക്കാൻ. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് സൈക്കിൾ പഠിച്ചിട്ട് എൻ്റെ നാട്ടിൽ പോയി ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്ന് അവിടെ നിന്ന് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു. ഇത് 10-12 വർഷം മുമ്പാണ് കേട്ടോ. ആ സമയത്തൊന്നും ഞങ്ങളുടെ നാട്ടിൽ ഇതേപോലെ ലേഡീസ് അങ്ങനെ വണ്ടി ഓടിക്കുന്നത് വളരെ കുറവായിരുന്നു. ഇപ്പം ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഓടിക്കുന്നുണ്ട്, പക്ഷെ ആ സമയത്തൊക്കെ വളരെ കുറവായിരുന്നു. അങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുത്തു. അപ്പം എടുപ്പിച്ചതിൻ്റെ ഒറ്റ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ, എന്തെങ്കിലും ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശം. അപ്പം എപ്പോഴും ഡ്യൂട്ടിയിലൊക്കെ ആയിരിക്കും. ഡ്യൂട്ടിയിലാവുമ്പോൾ നമ്മൾ വേറെ ഒരാളടുത്ത് പോയി ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല, എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യണം. നമ്മളിപ്പം ഇതേപോലെ വേറൊരു ഫാമിലി അടുത്ത് പോയി പറയുമ്പം അവർ ഇതേപോലെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുന്നവരായിരിക്കും, അവർക്ക് നോ പറയാനും പറ്റത്തില്ല. അങ്ങനൊരു സിറ്റുവേഷൻ ആണല്ലോ. അപ്പം ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത്. അങ്ങനെ ഞാൻ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു. ആദ്യം കുറേ ചീത്തവിളിയൊക്കെ നമ്മൾ റോഡിൽ ഇറങ്ങുമ്പോൾ, പ്രത്യേകിച്ച് പെണ്ണായതുകൊണ്ട് കുറേ കേൾക്കുമല്ലോ, അങ്ങനെ കുറേ ഞാനും കേട്ടിട്ടുണ്ട്. അങ്ങനെ കുറേ കേട്ട് ചീത്തവിളിയൊക്കെ കേട്ടാണ് നമ്മൾ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു. ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചെടുത്തിട്ട് ആ സമയത്തൊന്നും തന്നെ നാട്ടുകാർക്ക് വിശ്വാസമായിരുന്നില്ല കേട്ടോ. രഞ്ജു ഡ്രൈവിംഗ് പഠിച്ചെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരുടെയും വിചാരം എനിക്കൊരു അനിയത്തിയും കൂടി ഉണ്ട്, അവളാണെന്നാണ്. പക്ഷെ നാട്ടുകാരും വിശ്വസിച്ചേ ഇല്ല ഞാനാണെന്ന് പറഞ്ഞപ്പോൾ. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ഡ്രൈവ് ചെയ്ത് ബാംഗ്ലൂർക്ക് വന്നു. പിന്നെ അതിനുശേഷം ലീവൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ നാട്ടിൽ പൊയ്ക്കൊണ്ടിരുന്നത് കാറിനകത്തായിരുന്നു കേട്ടോ. 12 മണിക്കൂറത്തെ യാത്ര ഉണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് പോവായിരുന്നു. ഇപ്പം അതിനുശേഷം ഞങ്ങൾ ഡൽഹിയിൽ വന്നു. ഇപ്പം ഇവിടെയും ഞാൻ തന്നെയാണ് ഇവിടെ ഡ്രൈവ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഇപ്പം പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളെപ്പോഴും സേഫ് സോണിൽ വിട്ട് വെളിയിറങ്ങുമ്പോഴാണ് കേട്ടോ നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നതും. നമ്മുടെ തിരിച്ചറിവുകളാണല്ലോ പ്രധാനമെന്ന് പറയുന്നത്. അപ്പം നമ്മൾ അതൊക്കെ പഠിച്ചേ പറ്റൂ എന്നൊരവസ്ഥയിലേക്ക് വരും. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാം ഇപ്പോൾ സ്വന്തമായിട്ട് ചെയ്യും. ഇതിനു മുമ്പ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കരയാൻ മാത്രം അറിയുന്നവരും ഞാനായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പം എനിക്ക് തിരിച്ച് പറഞ്ഞില്ലെങ്കിലാണ് എനിക്ക് വിഷമം വരുന്നത്. ആ ഒരു ഇതിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അപ്പം ഞാൻ ഇത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. നമ്മൾ നമ്മുടെ സേഫ് സോൺ വിട്ട് വെളിയിറങ്ങുക. നമ്മുടെ പേരൻസിൻ്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് നമുക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ അങ്ങനെയല്ല, നമ്മളത് കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ലാംഗ്വേജിൻ്റെ പ്രശ്നങ്ങളായാലും, ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് വേറൊരു സ്ഥലത്ത് പോയി, നമ്മുടെ നാട്ടിലെ തന്നെക്കാളും വിഷയമാണ് നമ്മൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ഉള്ളൊരവസ്ഥയും ഒക്കെ. അപ്പം കുട്ടികളെ കൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കണം. എന്തെങ്കിലും ഒരു എമർജൻസി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ രാത്രിയിലായാലും കൊണ്ടുപോകണം. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചൊരു ധൈര്യം ഉണ്ടാവണം. നമ്മൾ സ്വന്തമായിട്ട് ആ ധൈര്യം നമ്മളിൽ ആർജിച്ചെടുക്കും. അതാണ് കാരണം. വേറൊരു വഴിയില്ലാതെ വരുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് അത് ആർജിച്ച് വരും നമുക്ക്. അങ്ങനെയായിരുന്നു. അപ്പം എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത്. അപ്പോൾ അതേ നമ്മൾ കാര്യമൊക്കെ പറഞ്ഞ് ചെറിയ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തി. ഇനി ചോറൊക്കെ കഴിക്കണം. ചോറൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒരു കേക്കിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പം കേക്ക് കട്ട് ചെയ്യണം. കേക്ക് കട്ട് ചെയ്തതിന് ശേഷം വെളിയിലൊന്ന് പോകണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പം ഇത്രയും ഉണ്ടായിരുന്നുള്ള എൻ്റെ കുഞ്ഞ് ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത്. എൻ്റെ എക്സ്പീരിയൻസ് ഇങ്ങനെയായിരുന്നു. പലർക്കും പല എക്സ്പീരിയൻസ് ആവാം. പക്ഷേ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞത് കേട്ടോ. നമ്മൾ സേഫ് സോണിൽ നിന്ന് വെളിയിറങ്ങിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്ത് നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതെ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.